രാജ്യത്ത് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്ന 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. അർജുൻ പീതാംബരൻ നമുക്ക് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, വലിയ ആവേശത്തോടുകൂടി നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിൽ ഏത് തരത്തിലാണ്? ഓരോ സംസ്ഥാനങ്ങളിലെയും കാഴ്ച എങ്ങനെയാണ് ഓരോ മണ്ഡലങ്ങളിലും? ഒപ്പം തന്നെ മത്സരിക്കുന്നവരിൽ പ്രമുഖരാരില്ല. അക്ഷയ, ആകെ ലോക്സഭാ സീറ്റുകളിൽ പകുതിയിലധികം തന്നെ ഇതിനോടകം ആദ്യ 3 ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വിധിയെഴുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു അവസാന ഘട്ട സീറ്റ് ഉറപ്പിക്കൽ അല്ലെങ്കിൽ ഒട്ടപ്പാച്ചലിലാണ് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ പറയാനായിട്ട് സാധിക്കും. നിലവിൽ 13-ാം തീയതി തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിൽ ഏറ്റവും അധികം സീറ്റുകളുള്ളത് ആന്ധ്രാപ്രദേശിലാണ്, 25. അതിനോടൊപ്പം തന്നെ തെലങ്കാനയിലെ 17 സീറ്റുകളും 2 സംസ്ഥാനങ്ങളും ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും കൂടെ നടക്കുന്നു. അവിടെ YS ശർമ്മ മത്സരിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യമുള്ളൊരു കാൻഡിഡേറ്റാണ്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. അതല്ലാതെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ 4ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വിധിയെഴുത്ത് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ പറയുന്നത് ഒന്ന് കനൗജാണ്. അവിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് മത്സരിക്കുന്നു. വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് കനൗജിലുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിനൊരു തേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രാഹുൽ ഗാന്ധി കനൗജ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണം വളരെയധികം ശ്രദ്ധ പിടിച്ചതാണ്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്കെതിരെ ഇനിയൊരിക്കലും പ്രധാനമന്ത്രി ആകില്ല എന്നുള്ള തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ ആരോപണം എല്ലാം തന്നെ അവിടെ കണ്ടിരുന്നു. മറ്റൊരു കാര്യം, പശ്ചിമ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 1999 മുതൽ കോൺഗ്രസ് വിജയിച്ചു പോകുന്ന മണ്ഡലം ബഹ്റാംപൂർ, അവിടെ അധിർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ കോൺഗ്രസിലെ തന്നെ ഒരു വിജയം ഉറപ്പിക്കാനായിട്ട് അവിടെ യൂസഫ് പട്ടാനാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന മണ്ഡലമാണ്. ശക്തിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും ബഹ്റാംപൂരിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൃഷ്ണനഗർ മണ്ഡലമുണ്ട്. ചോദ്യത്തിന് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് MP സ്ഥാനം നഷ്ടപ്പെട്ട മഹുവ മൊയ്ത്ര അവിടെ വീണ്ടും ജനങ്ങളുടെ വിധി തേടുന്നു. അവിടെ നിന്നും അവർ മത്സരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മത്സരത്തിലേക്ക് എന്തായാലും 4ാം ഘട്ടത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 13 പോവുകയാണ്. ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വോട്ടേഴ്സ് ടേൺഔട്ട്, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പലയിടത്തും BJPക്ക് പലയിടത്തും ഒരു പിന്നോട്ട് പോക്കിലേക്ക് വഴിവെച്ചു എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി വലിയ രീതിയിൽ ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്ക് കൂടി നിലവിൽ BJP എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജാർഖണ്ഡ് അതുപോലെ തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടിയെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി അവിടെയും വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നു. എന്തായാലും ഇനി പകുതിയിൽ താഴെ മാത്രം സീറ്റുകളിലേക്കാണ് ഇനി അടുത്ത 4 ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അവിടെ ഒരേപോലെ തന്നെ പ്രതീക്ഷ BJPക്കുമുണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കേജ്രിവാളിൻ്റെ ജയിൽ മോചനായിട്ടുള്ള വരവ്. ഇവിടെ ഡൽഹിയിലും വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് സൗത്ത് ഡൽഹിയിൽ മെഹ്റോളിയിൽ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആദ്യത്തെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള റാലികൾ ഇനി അടുത്ത ദിവസങ്ങളിലും കാണാൻ സാധിക്കും. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് ജൂൺ 4-ന് ആര് അധികാരത്തിൽ. ജൂൺ 4-ലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.